بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا لدين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا وقرة أعيننا محمد صلى الله عليه وعلى آله وصحابه والذين اتبعوهم بإحسان وعلينا وعلى مشايخنا وأساتذتنا ومصنفي كتبنا وذوينا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم ربي يسر ولا تعسر ربي زدنا علما حلما فهما وعقلا وأدبا ربي تمم بالخير والسعادة والله ولي التوفيق إني ويكون هناك وجه ضعيف പിന്നെ അത് എപ്പോഴാ വഹൈസു അഖൂലു അന്നസ്സു വഹുവ നസ്സു ശാഫിഈ റളിയല്ലാഹു അൻഹു, അത് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ നസ്സാണ്. അപ്പോൾ അതൊരു ആ ഇബാറത്തിന്റെ ആ വാചകത്തിന്റെ ഒരർത്ഥാണ്. രണ്ടാമത്തെ എന്താ, വയകൂനു ഹുനാക വജ്ഹുൻ ലഈഫുൻ ഔ ഖൗലുൻ മുഖറജുൻ, അതിനെതിരിൽ ഒരു ലഈഫായ വജ്ഹ് അസ്ഹാബിന്റെ അല്ലെങ്കിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു നസ്സിൽ നിന്ന് തഖ്രീജ് ചെയ്യപ്പെട്ട ഒരു ഖൗലുണ്ടാകും. നേരെ നസ്സല്ല, മുഖറജായൊരു ഖൗലുണ്ടാവും എന്നാ. വയകൂനു ഹുനാക, അവിടെ ഉണ്ടാവും. എവിടെ? ഹൈസു അഖൂലു എന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത്. അപ്പൊ ഹൈസു അഖൂലു അന്നസ്സു, ആ നസ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാവും ആ മസലയിൽ. പിന്നെ വജ്ഹുൻ മുഖാബിലുൻ ലഹു ലഈഫുൻ, ആ നസ്സിനോട് മുഖാബിലായ വജ്ഹ് ഉണ്ടാവുക. നസ്സുണ്ടായാൽ ആ നസ്സന്നെ എന്താകണം, റാജിഹാകണം എന്നൊന്നുമില്ല. കാരണം എന്താ, പിന്നെ ശേഷം പറയുന്നുണ്ട്. പിന്നെ അപ്പൊ നസ്സിനോട് മുഖാബിലായൊരു വജ്ഹ് അത് ലഈഫായിരിക്കും. ലാ യുഅ്തമദു, അതാണ് ലഈഫിന്റെ അർത്ഥം. എന്തിൽ ഇഅ്തിമാദ് ചെയ്യൂല? ഫത്വക്കും എന്ന പോലെ ഖളായിനൊന്നും ഇഅ്തിമാദ് ചെയ്യാൻ പാടില്ല. അതാണല്ലോ ലാ യുഅ്തമദു എന്ന് പറഞ്ഞാൽ ലഈഫിന്റെ ആശയം അതാണ്. അതായത് അതിന്റെ തെളിവ് ലഈഫ് ആയതുകൊണ്ടാണ്, അത് മുമ്പ് വിശദീകരിച്ചല്ലോ. എന്നാൽ ഈ വജ്ഹുൻ ലഈഫ് എന്ന് പറഞ്ഞത് ഈ അസഹിന്റെ മുഖാബിലയായി വരുന്നതാണോ അതോ സഹീഹിന്റെ മുഖാബിലയായി വരുന്നതാണോ, അത് രണ്ടും ആകാൻ പറ്റുമോ? രണ്ടും ആകാൻ പറ്റുന്ന പറയുന്നത്. വഇൻകാന ഫി മുദ്റക്കിഹി ഖുവ്വത്തുൻ ബിൽഇഅ്തിബാരി സാബിഖി, കണ്ടോ അവിടെ ഇന്ന് മുബാലകയാണ്, വാവ് സായിദ. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ആ വജ്ഹുൻ ലഈഫിന്റെ മുദ്റക്കില് തെളിവില് എന്താണ്, ഖുവ്വത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പൊ ഖുവ്വത്തുണ്ടാവുമ്പോ അസഹിന്റെ മുഖാബിലയായി വരുന്ന രീതിയിലുള്ളതാവും, ഖുവ്വത്തില്ലെങ്കിൽ സഹീന്റെ മുഖാബിലയിലുള്ള രീതിയിലുള്ളതാവും എന്നാ. അപ്പൊ ഈ നെസ്സിന്റെ മുഖാബില, നെസ് കണ്ടിട്ട് അതിന്റെ മുഖാബിലയിലെ വജ്ഹുൻ ലഈഫ് നേരെ എന്ത് ചെയ്യാൻ പറ്റൂല, പിന്നെ അമലിൻ നഫ്സിന് പോലും അമൽ ചെയ്യാൻ എടുക്കാൻ പറ്റൂല. കാരണം എന്താ, ഇതിന്റെ ഖുവ്വത്ത് ദലീലിന് ഖുവ്വത്തുണ്ടോ അല്ലേ നോക്കിയിട്ട് വേണം. ദലീലിന് ഖുവ്വത്തില്ലാത്തതാണെങ്കിൽ വാസിദാണല്ലോ, മുമ്പ് പറഞ്ഞത് അങ്ങനല്ലേ. പിന്നെ ഔ ഖൗലുൻ മുഖറജുൻ, രണ്ടാലൊന്നുണ്ടാകുക. ഔ ഖൗലുൻ ലഹു, ആരുടെ ഖൗല്? ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഖൗല്. പിന്നെ ബിനാഅൻ അലാ അന്നൽ മുഖറജ, അത് ഇമാം ഷാഫിന്റെ ഖൗല് എന്ന് എങ്ങനെ പറയാ? ഇമാം ഷാഫിന്റെ ഖൗല് എന്ന് പറയൽ ഈ ഖൗലുൻ മുഖറജ് പിന്നെ ഷാഫി ഇമാമിന്റെ ഖൗല് എന്ന് പറയാൻ പാടുണ്ടോ ഇല്ലേ എന്ന് ഖിലാഫുണ്ട്. അതിങ്ങനെ മുഖറജുൻ എന്ന് കൈതോടുകൂടെ പറയാൻ പാടുള്ളൂ, അതല്ല മുത്തലക്ക് ഇമാം ഷാഫിന്റെ ഖൗല് എന്ന് പറയാൻ പാടുണ്ടോ എന്നതിൽ ഖിലാഫുണ്ട്. അപ്പൊ ആ ഖൗലുൻ ലഹു എന്ന് പറഞ്ഞത് അങ്ങനെ ഖൗലുൻ മുഖറജിന് ഇമാം ഷാഫിന്റെ ഖൗലായിട്ട് പറയാം. ഏത് മുഖയ്യദ് മുഖറജ് എന്ന കൈദില്ലാതെ പറയാമെന്ന അഭിപ്രായത്തിന്റെ മേലെടുത്തിട്ടാണ് ലഹു എന്നവിടെ തഖ്ദീർ ചെയ്തത് എന്നാണ് പിന്നെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതാ ബിനാഅൻ ലഹു എന്ന് ഇമാം ഷാഫിയുടെ ഖൗല് എന്ന് പറയുന്നത് ബിനാഅൻ അലാ അന്നൽ മുഖറജ യുൻസബു ഇലൈഹി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെടും. വഫീഹി ഖിലാഫുൻ,
അങ്ങനെ യുൻസബു ചേർക്കപ്പെടാൻ പാടുണ്ടോ എന്നില്ലേ എന്നതിലുണ്ട് ഖിലാഫുണ്ട്. ആ നിസ്ബത്തുൽ ഖൗലില് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നതിൽ ഖിലാഫുണ്ട്. അല്ല സഹു ലാ, ആ ഖിലാഫില് ശരിയതാ അങ്ങനെ ചേർക്കരുത് എന്നാണ്. ഇല്ലാ മുഖയ്യദൻ എന്നാണ് അതിന്റെ വാക്യം. അതിന്റെ ഇടയ്ക്ക് പറയുന്നതിന് കാരണം പറയുന്നത് ലിഅന്നഹു ലൗ ഉരില അലൈഹി ലറുബ്ബമാ അബ്ദാ ഫാരിഖൻ. ഈ ഖൗലുൽ മുഖറജിനെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എനിക്ക് കാണിച്ചു കൊടുത്താല് എന്താവും? ലറുബ്ബമാ അബ്ദാ ഫാരിഖൻ, ഒരുപക്ഷെ ആ വെളിവാക്കിയേക്കാം. ഫാരിഖൻ, ഫർക്കിനെ വെളിവാക്കിയേക്കാം. എന്തിന്റെ ഇടയില്? അത് രണ്ട് നസ്സിന്റെ ഇടയിലുള്ള ഫർക്ക് അത് ശേഷം വരുന്നുണ്ട്. അപ്പൊ ഇല്ല മുഖയ്യദൻ, മുഖയ്യദായിട്ടല്ലാതെ പറയാൻ പാടില്ല. ലാ ഇല്ല മുഖയ്യദൻ കമാഫാദഹു ഖൗലുഹു. അങ്ങനെയാണ് ആര് ചെയ്തത്? അഫാദഹു അറിയിക്കുന്നത് പോലെ മുസന്നിഫിന്റെ ഖൗൽ അതാണ് മനസ്സിലാക്കി തരുന്നത്. പിന്നെ എന്താ മുസന്നിഫിന്റെ ഖൗല്? മുഖറജുൻ എന്ന് പറഞ്ഞല്ലോ. മുസന്നിഫ് കൈതാക്കിയിട്ടല്ലേ പറഞ്ഞേ. അപ്പൊ ആ കൈതാക്കല് നമുക്കിത് മനസ്സിലാക്കി തരുന്നു മുഖയ്യദായിട്ടേ പറയാൻ പാടുള്ളൂ എന്ന്. അപ്പൊ അവിടെ ഈ ഖൗലു മുഖറജ് എന്ന് പറഞ്ഞാൽ എന്ത്? ശരിക്കും എന്താ? അതായത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഒരു മസലയില് ഒരു നസ്സുണ്ട്. ഒരു മസലയില് ഈ മസലന്റെ നളീറായ വേറൊരു സംഭവമുണ്ട്. അപ്പൊ അതിലേക്ക് ഈ നസ്സിനെ ബാധകമാക്കുക. ഈ ബാധകമാക്കുന്നവരാരാ? അത് അസ്ഹാബാണ്. അസ്ഹാബ് എന്തു പറയും? ഈ രണ്ടാമത്തെ മസല അതിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഒന്നിൽ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മറ്റേ ഒന്നാമത്തെ നസ്സിൽ പറഞ്ഞതിന്റെ വിരുദ്ധമായി വേറൊന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ട് രൂപമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ പറഞ്ഞ നസ് ഇങ്ങോട്ട് എന്താക്കും? രണ്ടാമത്തതിലേക്ക് തഖ്രീജാക്കും. എന്ന് പറഞ്ഞാൽ നമ്മളെ ഖിയാസിന്റെ രൂപ. ഖിയാസ് എന്ന് പറഞ്ഞാൽ മഖീസ് അലൈഹിൽ അള്ളാന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോ ഹദീസോ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെന്ത് ചെയ്യും? മഖീസിലേക്ക് ഒരു ജാമി വെച്ചുകൊണ്ട്, അതും ഇതും തുല്യാണല്ലോ, നളീറാണല്ലോ. അപ്പൊ എന്താക്കും? ആ പറഞ്ഞ മഖീസ് അലൈഹിലുള്ള നസ് ഈ പറഞ്ഞ മഖീസിലേക്കും ബാധകാക്കും എന്ന് പറഞ്ഞ പോലെ ആ ആയത്തെ ഹദീസിന്റെ സ്ഥാനത്ത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖൗൽ, ഒരു നസ്, അതിനെ ആ നസ് ഏത് വിഷയത്തിലാണോ ആ വിഷയത്തിന് തുല്യമായൊരു വിഷയത്തിലേക്ക് തഖ്രീജ് ചെയ്യുക, മാറ്റുക എന്നാണ്. അപ്പൊ അതിനെന്ത് പറയും? ഖൗലു മുഖറജ് എന്ന് പറയും. ഇതും അസ്ഹാബ് ചെയ്യുന്നതാണ്, ഷാഫി ഇമാം ചെയ്യുന്നതല്ല. അപ്പോ ഈ ഫർക്ക് വെളിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ ഒന്നാമത്തെ മസലയും രണ്ടാമത്തെ മസലേന്റെ ഇടയിൽ ഒരു ഫർക്ക് ഉണ്ടാവും. അപ്പൊ എന്താവും? ഈ ഒന്നാമത്തെ മസലയിൽ പറഞ്ഞ നസ് അതിന് ബാധകം അല്ലാന്ന് വരും. ഫർക്ക് ഇല്ലെങ്കിലല്ലേ ബാധകമാകാൻ പറ്റുള്ളൂ. ഖിയാസിന്റെ അവിടെ അങ്ങനല്ലേ? മഖീസിന്റെ അലൈന്റെ ഇടയിൽ എന്തുണ്ടാകാൻ പാടില്ല? ഫർക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ. ഫർക്ക് ഉണ്ടാകാൻ പാടില്ല എന്നപോലെ മഖീസ് അലൈഹിയില് വരുന്ന ഹുക്കുമ് മഖീസിൽ വരുന്നതിന് തടസ്സം ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ഷർത്തൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തുല്യമായിരിക്കണം. അപ്പൊ അതാണ് ഇവിടെ എന്താണ്? ചിലപ്പോ അവിടെ രണ്ടാമത്തെ മസലയും ഒന്നാമത്തെ മസലയും തമ്മിൽ എന്താകാം? ഒരു ഫർക്കിനെ വെളിവാക്കിയേക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ നസ്സിനെ അങ്ങോട്ട് നടത്താൻ പറ്റൂല. അതാ തഖ്രീജ് എന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങോട്ട് മാറ്റലേ ഉള്ളൂ. പക്ഷെ ഇവിടെ നസ് പറഞ്ഞിട്ട് ഖൗലു മുഖറജ് ഉണ്ടാവുമ്പോ ഞാൻ പറഞ്ഞ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞില്ലേ എന്താണ്? ഈ രണ്ടാമത്തെ മസലയിൽ ഇതിന് എതിരിൽ ഒരു ഒരു നസ്സുണ്ട്. അതായത് രണ്ട് മസലയില് ഒന്നാമത്തെ മസലയില് നസ്സുണ്ട്, അതെന്താണ്? ജായിസാണ് എന്ന്. രണ്ടാമത്തെ മസലയില് നസ്സുണ്ട്, ജായിസ് അല്ല എന്ന്. അപ്പൊ അസ്ഹാബ് നോക്കുമ്പോ ഈ രണ്ട് മസലയും തമ്മിൽ തുല്യാണ്, രണ്ട് വിഷയം തുല്യ. അപ്പൊ ഇവിടെ ഒന്നാമത്തേല് ജായിസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേലേക്കും മാറ്റുക, രണ്ടാമത്തേല് ജായിസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേലേക്കും മാറ്റുക. അപ്പൊ ഒന്നാമത്തേല് രണ്ടഭിപ്രായമായി. ഒന്ന്, ഇമാം ഷാഫിന്റെ നസ് ജായിസ് ആണ്, എന്നിട്ട് അവിടെ ജായിസ് അല്ല എന്നൊരു ഖൗലു മുഖറജ്, അത് അതിന്റെ ഈ ഒന്നാമത്തേന്റെ നെളീറിൽ ഇമാം ഷാഫി പറഞ്ഞതാണ്, അത് അതിനെ ഇങ്ങോട്ട് നക്കൽ ചെയ്തതാണ്, അസ്ഹാബ് നക്കൽ ചെയ്ത. രണ്ടാമത്തേലോ ജായിസ് അല്ല എന്നുള്ള നസ്സും ജായിസ് ആണ് എന്ന് പറഞ്ഞ ഖൗലു മുഖറജും. അപ്പൊ ഈ ഒന്നാമത്തെ മസലയിൽ നസ് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇബാറത്തിട്ട് കഴിഞ്ഞാല് അവിടെ ഒരു ഖൗലു മുഖറജ് ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഈ ഒന്നാമത്തേന് നളീറായൊരു മസലുണ്ട്, അവിടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഇപ്പറഞ്ഞ നസ്സിന് വിരുദ്ധമായ നസ്സുണ്ട്, ആ നസ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അസ്ഹാബ് ഈ ഒന്നാമത്തേലേക്ക് നീക്കിയിട്ടുണ്ട് എന്നാ പറയുന്നത്.
പിന്നെ അതാ ഖൗലും മുഖറജുൻ, എന്തിന്ന് മുഖറജാണ്? മിൻ നസ്സിഹി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ നസ്സിൽ നിന്ന് മുഖറജാണ്. എവിടെയുള്ള നസ്? ഫി നളീരിൽ മസ്അലത്തി, ആ മസ്അലന്റെ എന്താണ് നളീറിലുള്ള നസ് എന്നാ. ഏത് മസ്അലന്റെ നളീർ? ഈ പറഞ്ഞ ഖൗല് എവിടെയാണോ, അല്ല അതെ നസ് വന്ന മസ്അല ഉണ്ടല്ലോ, ഈ നദീരിൽ മസ്സല എന്ന് പറഞ്ഞാൽ ഹൈസു അഖൂലു അന്നസ്സു എന്ന് പറഞ്ഞ നസ്, അതായത് നമ്മളൊരു മസ്സല സങ്കല്പിച്ചു, അവിടെയാണ് ഇമാം ഷാഫിന്റെ നസ് ഉള്ളത്. അതിന്റെ നദീറായ മസ്സല. അപ്പൊ നദീരിൽ മസ്സല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഹൈസു അഖൂലു അന്നസ്സു എന്ന് പറയുന്ന ആ മസ്സല, ആ നസ് പറയുന്ന മസ്സല, അതിന്റെ നദീറിൽ വേറൊരു നസ് ഉണ്ട്, അതിന് ഇങ്ങോട്ട് തഖ്രീജ് ചെയ്തതാണ്. പിന്നെ അലാ ഹുക്കുമിൻ മുഖാലിഫിൻ, അതിന്റെ നളീറായ മസലയിലുള്ള നസ്സിൽ നിന്ന് തഖ്രീജ് ചെയ്തു. അവിടെ എന്താണ് നസ്സുള്ളത്? അതായത് രണ്ടാമത്തെ മസലയാണല്ലോ നളീർ എന്ന് പറയുന്നത്. അൽ മസല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മസല. ആ നളീറായ മസലയിലുള്ള നസ് എന്താണ്? അലാ ഹുക്കുമിൻ മുഖാലിഫിൻ, മുഖാലിഫായ ഹുക്കുമിന്റെ മേലാണ് നളീറായ മസലയിൽ നസ്സുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത്തെ മസലയിൽ ജായിസാണെന്ന് ഇമാം ഷാഫിക്ക് നസ്, അതിന്റെ നളീറായ മസലയിൽ ജായിസ് അല്ല എന്ന് നസ്. അപ്പൊ ആ ജായിസ് അല്ല എന്നുള്ളതിനെ അവിടുന്ന് എങ്ങോട്ട് നീക്കി? ആ ഒന്നാമത്തെ മസലയിലേക്ക് നീക്കി, നസ്സുള്ളടത്തേക്ക് നീക്കി. അതാണ് അലാ ഹുക്കുമി മുഖാലിഫിൻ എന്ന് പറഞ്ഞാൽ നസ്സിഹി മിൻ നസ്സിഹി എന്ന് പറഞ്ഞ നസ്സിനോട് ബന്ധിച്ച. അപ്പൊ നളീറുൽ മസലയിൽ ഈ പറഞ്ഞ നസ്സിന് മുഖാലിഫായ ഹുക്കുമിന്റെ മേലില് നസ്സുണ്ട്. മുഖാലിഫിൻ എന്ന് പറഞ്ഞാൽ ഏത് നസ്? ഹൈസു അഖൂലു അന്നസ്സു എന്ന് പറയുന്ന നസ്, ഒന്നാമത്തെ മസലയിലെ നസ്. ബിയൻ യങ്കുല, ഈ രൂപം എങ്ങനെ വരിക? ആ തഖ്രീജിന്റെ രൂപം പറയുന്നത്. ബിയൻ യങ്കുല എന്ന് പറഞ്ഞാൽ മുഖറജിൻ മിൻ നസ്സിഹി എന്ന് പറഞ്ഞാൽ മുഖറജിന്റെ തസ്വീറാണ്. പിന്നെ ബിയൻ യങ്കുല ബഅദു അസ്ഹാബിഹി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബഅദുൽ അസ്ഹാബി നസ് നഖ്ലി ചെയ്യുക, നീക്കുക. നസ്സ കുല്ലിൻ ഇലൽ ഉഖ്റാ, ഓരോ നസ്സിനെയും മറ്റതിലേക്ക് നക്കൽ ചെയ്യുക. അതായത് ഇവിടെ ഈ അൽമസല എന്ന് പറഞ്ഞ മസലയിലുള്ള നസ്സിനെ അങ്ങോട്ട് നക്കൽ ചെയ്യുക, അതിന്റെ നളീറിലേക്ക് നക്കൽ ചെയ്യുക. നളീറിലുള്ള നസ്സിനെ ഈ അൽമസല എന്ന് പറഞ്ഞതിലേക്ക് ഇങ്ങോട്ട് നക്കൽ ചെയ്യുക. അതായത് ഒന്നാമത്തെ മസലയിലുള്ള നസ്സിനെ അങ്ങോട്ടും നക്കൽ ചെയ്യുക, ജായിസാണെന്ന് പറഞ്ഞാൽ അപ്പുറത്തും പറയുക, അവിടെ ജായിസ് അല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും പറയുക, നളീറിലുള്ളത്. ഇതാണ് ഫയജിത്തമിയു ഫി കുല്ലിൻ. അപ്പൊ ഈ രണ്ട് മസലയിലും അതിന്റെ നളീറിലും ആണ് രണ്ട് മസല. ഫി കുല്ലിൻ മൻസൂസുൻ വ മുഖറജുൻ, ഒരു മൻസൂസ് ഉണ്ടാവും, ഒരു മുഖറജ് ഉണ്ടാവും. അപ്പൊ ജായിസാണ് ഒന്നാമത്തെ മസലയിൽ ഒരു മൻസൂസ്, പിന്നെന്താ മുഖറജ് ജായിസ് അല്ലാന്ന്. രണ്ടാമത്തെ മസലയിലോ ജായിസ് അല്ലാന്ന് നസ്സും ജായിസാണ് മുഖറജും, ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നസ്സും മുഖറജും വരുമ്പോ റാജിഹേതാ തുമ്മർ റാജിഹു ഇമ്മൽ മുഖറജു ഇമ്മൽ മൻസൂസു. അത് ചിലപ്പോ ഖൗലു മുഖറജ് ആയിരിക്കും റാജിഹി, അല്ലെങ്കിൽ നസ്സായിരിക്കാം റാജി. അതാ നസ് വന്നതുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫിന്റെ എന്താണ് ഖൗലെല്ലാം മദ്ഹബിൽ റാജി ആയിക്കോണമെന്നില്ല. അത് പിന്നെ ചിലപ്പോ ആ സഹാബിന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ അവലംബിച്ച തെളിവുകളല്ലാത്ത തെളിവ് കിട്ടിയത് കൊണ്ട് അവര് വേറെ പറഞ്ഞിട്ടുണ്ടാവും. ആ സഹാബിന് കിട്ടിയ തെളിവ് ഇമാം ഷാഫി അവലംബിച്ച നസ്സിന് ആ തെളിവിനേക്കാൾ ഖുവ്വത്ത് കൂടിയതും റാജിഹും ആയിരിക്കുമ്പോ അസാബ് പറയുന്ന വജ്ഹ് റാജിയായി വരുമല്ലോ, അങ്ങനെയാവും. അപ്പൊ നസ്സുള്ളത് കൊണ്ട് അങ്ങനെ റാജിഹാകണമെന്നില്ല. ഞാൻ ഫത്തുഹുൽ മുഈൻ ഓതുമ്പോ ഇങ്ങനെ തുടക്കത്തില് അവിടെ നസ് പറഞ്ഞിട്ട് അതിങ്ങനെ മർജൂഹ എന്ന് പറഞ്ഞപ്പോ അപ്പൊ അന്ന് ഞാൻ ഇഷ്കാലാക്കിയിരുന്നത് അതങ്ങനെ ഇമാം ഷാഫി മദ്ഹബിൽ ഷാഫി ഇമാമിന്റെ കൗല് മർജൂഹാകുക, അത് ശരിയാവില്ലല്ലോ. അങ്ങനെ പറ്റുമോ? അത് ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിന്റെ മദ്ഹബ് മാത്രമല്ലല്ലോ, മാദഹബ ഇലൈഹിൽ ഷാഫിഈയു അസ്ഹാബുഹു അല്ലേ, എല്ലാവരും കൂടിയാ. അപ്പൊ അങ്ങനെ ഹുക്കുമിൽ തർജീഹ് നോക്കുമ്പോൾ നസ്സന്നെ എല്ലാ സ്ഥലത്തും റാജിയാകണമെന്നില്ല. പിന്നെ അന്നേരം എന്നോട് ഒരൊറ്റ മറുപടി പറഞ്ഞു, കുന്നുംപുറത്ത് ഉസ്താദ് എടുക്കുന്നതിനാ തുൽമിനോദിയ. അപ്പോ ഉസ്താദിനെ പുറലാഹു മറക്കത്തോ ഒറ്റ മറുപടി പറഞ്ഞു, അങ്ങനെ നസ് റാജിയാകണമെന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പിന്നെ അവന് മനസ്സിലായത്. അന്നേരം ഞാനതെന്റെ നോട്ടിൽ എഴുതി വെക്കുകയും ചെയ്തു. എനിക്ക് ആ മറുപടി പറഞ്ഞിട്ടും എന്താണ് അതിന്റെ ശുഭഹത്ത് അങ്ങോട്ട് നീങ്ങാത്തോണ്ട് ഉസ്താദ് ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു എന്ന് ഞാൻ എന്റെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്.
നസ് റാജിഹാകണമെന്നില്ല. പിന്നെ ബിഅൻ യൻഖുല ബഅദു അസ്ഹാബിഹി നസ്സ കുല്ലിൻ ഇലൽ ഉഖറ ഫയജ്തമിഉ ഫീ കുല്ലി മൻസൂസിൻ ഫീ കുല്ലിൻ മൻസൂസുൻ വ മുഖറജുൻ സുമ്മ റാജിഹു ഇമ്മൽ മുഖറജു ഇമ്മൽ മൻസൂസു. അപ്പൊ മുഖറജു ആണ് മൻസൂസു രണ്ടും ആകാന്ന് പറഞ്ഞു. അതായത് ഈ മുഖറജും മൻസൂസും രണ്ടും ആകാം എന്ന് പറയുമ്പോൾ ഈ രണ്ട് എന്താണ് പിന്നെ വിഷയത്തിൽ ഫർക്ക് ഇല്ല എന്നതിന്റെ മേൽ എടുക്കുമ്പോഴാണ്. രണ്ട് വിഷയത്തിൽ ഫർക്കില്ല എന്ന് വെക്കുക. ഫർക്കില്ലെങ്കിൽ ഇവിടെ രണ്ട് കൗലുണ്ട്, ജായിസാണ് ജായിസ് അല്ല എന്ന് പറഞ്ഞത്, ജായിസാണെന്ന് പറഞ്ഞത് നസ്സും ജായിസ് അല്ല എന്ന് പറഞ്ഞത് കൗലും മുഖറജുവാ. അപ്പോ ജായിസാണെന്ന് പറഞ്ഞ നസ് ചിലപ്പോൾ റാജിയാകാം, ജായിസ് അല്ല എന്ന് പറഞ്ഞ കൗലും മുഖറജ് ചിലപ്പോൾ റാജിയാകാം. ഇനി അല്ല വഇമ്മ തഖരീറുൻ നസ്സൈനി വൽ ഫർഖു എന്ന് പറയുന്നത്, അല്ല രണ്ട് നസ്സും അങ്ങനെ തന്നെ നിലനിർത്തുക, വൽ ഫർഖു ഫർഖുമാണ് റാജിഹ്. അതോ സുമ്മർ റാജിഹു എന്ന് പറഞ്ഞാൽ ഇമ്മൽ മുഖറജു എന്ന് പറഞ്ഞാൽ എന്റെ മേലെത്തുക. മൂന്നാമത്തെ രൂപം ആ ഫർക്കാണ്. അപ്പൊ ഇമ്മൽ മുഖറജു ഇമ്മൽ മൻസൂസ് എന്ന് പറഞ്ഞ ഫർക്ക് രണ്ട് മസലേന്റെ ഇടയിൽ ഇല്ലെങ്കിൽ അങ്ങനെയാകാം. രണ്ട് മസലേന്റെ ഇടയിൽ ഫർക്ക് ഉണ്ടെങ്കിലോ ആ നസ് നസ്സായി തന്നെ നിലനിൽക്കും. രണ്ട് സ്ഥലത്തും കൗലും മുഖറജു വരൂല, റാജിഹാവൂല. കാരണം എന്താ, ആ രണ്ടിന്റെ ഇടയിൽ ഫർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തഖ്രീജ് ശരിയായിട്ടില്ലല്ലോ. ഫർക്ക് ഉണ്ടെങ്കിൽ ഈ കൗലിനെ അങ്ങോട്ട് നീക്കാൻ നെലീറാവുമ്പോഴല്ലേ ഈ കൗലിനെ നസ്സിനെ അങ്ങോട്ട് നീക്കാനോ അടുത്ത നസ്സിനെ ഇങ്ങോട്ട് നീക്കാനോ പറ്റുള്ളൂ. ആ ഫർക്ക് ഉണ്ട് എന്നാണെങ്കിൽ പിന്നെ എങ്ങനെ ഇത് ശരിയാകുക, തഖ്രീജ് ശരിയാകുക? അപ്പോ ഫർക്ക് ഉണ്ടാവുമ്പോ ഖിയാസു മഅൽ ഫാരിഖ് എന്ന് പറയുന്നത് പോലെ തഖ്രീജും മഅൽ ഫാരിഖാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒന്നാമത്തെ മസലയിൽ ജായിസാണെന്ന് മാത്രം, രണ്ടാമത്തെ മസലയിലോ ജായിസ് അല്ല എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തും നസ്സാണ് റാജിഹി എന്നർത്ഥം. വഹുവൽ അഗ്ലബ്, ഇങ്ങനെ മൂന്ന് രൂപം വരാം. പക്ഷെ അഗ്ലബ് ഏതാ? ഈ ഫർക്കാണ്, തഖ്രീറുൻ നസ്സൈനി വൽ ഫർഖു. അതിനൊരു ഉദാഹരണം പറയുന്നു. ഒമിൻഹു, ഈ അഗ്ലബിൽപ്പെട്ടതാണ് അന്നസ്സു ഫി മുളുഗത്തിൻ, ഒരു മുളുഗത്തിനെ കുറിച്ച് ഹുക്മ പറഞ്ഞത്. പെണ്ണിന്റെ മുളുഗത്ത്, അതായത് പെണ്ണ് എന്താണ് മുളുഗത്തിനെ പ്രസവിച്ചു. ഒരു പെണ്ണ് ഗർഭിണിയായിരുന്നു, എന്നിട്ട് മുളുഗത്തിനെ പ്രസവിച്ചു. അപ്പോ മുളുഗത്ത് എന്ന പോലെ അലക്കത്ത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അലക്കത്ത് എന്ന് പറഞ്ഞത് അത് ഉരുകിപ്പോവും, രക്തക്കട്ടയാണ്, അത് ഉരുകിപ്പോവും. മുളുഗത്ത് ആയോ അല്ലേ എന്ന സംശയമാണെന്നുണ്ടെങ്കിൽ അതിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി എന്നാ. എന്നാൽ എന്താണ് മുളുഗത്താണെന്നുണ്ടെങ്കിൽ അത് ഇറച്ചി കഴിയ പോലെ കണ്ടു വരും. പിന്നെ അല്ലെങ്കിൽ അങ്ങ് ഉരുകി പോവുകയും ചെയ്യും, അലിഞ്ഞങ്ങ് പോവും വെറും രക്തക്കട്ടയാണെങ്കിൽ. അപ്പൊ അതാണ് ആ മുളുഗത്തും എന്ന പോലെ അലക്കത്തും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ മുളുഗത്ത് കാലൽ കവാബിലു പറഞ്ഞേന്ന്, കാബിലത്ത് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താണ് പ്രസവം എടുക്കുന്ന സ്ത്രീകളെ കുറിച്ചാണല്ലോ പറയാ. അപ്പൊ പ്രസവം എടുക്കുന്ന സ്ത്രീകള് അവർക്ക് അതിനെ കുറിച്ചൊക്കെ എന്താണ് വിവരം ഉണ്ടാവും. അപ്പൊ ഇപ്പൊ അതിന്റെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാരായിരിക്കും ഇപ്പൊ ആ സ്ഥാനത്ത് ഉണ്ടാകുക അല്ലെ. അപ്പൊ കവാബില് പറഞ്ഞില്ലേ ബഖിയത്ത് ല തസവ്വറത്ത്, ഇത് മുളുഗത്ത് അവിടെ ശേഷിച്ചിരുന്നെങ്കിലും ഇപ്പൊ പ്രസവിച്ച് എന്താണ് അലസിപ്പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് പിന്നെ രൂപം പ്രാപിച്ചു വരുമായിരുന്നു, ഒരു കുട്ടിയായി വളരുമായിരുന്നു. എന്നറിഞ്ഞാൽ ഈ മുളുഗത്ത് ഒരു ആ കുട്ടീന്റെ അസിലാണ്, അതല്ലാതെ വേറെന്തോ മഴയോ അല്ലെ വേറെന്തോ രക്തം കട്ട പിടിച്ച് മാംസമായി വളർന്നതോ അതൊന്നുമല്ല. ഇതൊരു ഭ്രൂണമാണ് എന്നാണ് അവർ പറയുന്നത് എന്നർത്ഥം. എന്നാൽ ഇങ്ങനത്തെ മുളുഗത്തിനെ കുറിച്ച് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ നസ് എന്തിന്റെ മേലിൽ നസ്? അലങ്കിലാഇൽ ഇദ്ദത്തി ബിഹാ, ഈ പെണ്ണ് എന്താണ് ഇദ്ദയിരിക്കുന്ന പെണ്ണായിരുന്നു. ഇദ്ദയിരിക്കുന്ന പെണ്ണാണെങ്കിൽ അത് പിന്നെ തലാഖിന്റെ ഇദ്ദയാണെങ്കിലും അല്ല എന്താണ് ഭർത്താവ് മരിച്ച ഇദ്ദയാണെങ്കിലും ഒക്കെ പ്രസവം കൊണ്ട് അവസാനിക്കുമല്ലോ. അപ്പൊ ഈ പറയുന്ന മുളുഗത്ത് പ്രസവിച്ചാൽ ഇദ്ദ അവസാനിക്കോ? ഇല്ലേ, ഇദ്ദ അവസാനിക്കും എന്ന് നസ് ചെയ്തു. ബിഹ, ഈ മുളുഗത്തിനെ കൊണ്ട്, ആ മുളുഗത്തിന്റെ വിലാദത്ത് കൊണ്ട്. കാരണം ലിഅന്ന മദാറഹ, ഈ ആ ഇദ്ദയുടെ മദാറ് അല തയക്കുന് ബറാഅത്തുർ റഹിമി, ബറാഅത്തുർ റഹിം ഉറപ്പാകുക എന്നുള്ളതാ. റഹിമില് ഗർഭാശയത്തില് പുരുഷന്റെ ബീജമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്താനാണ്. വഖദ് ഉജിദ, ആ തയക്കുനുണ്ടായല്ലോ അല്ലെ. അത് ഭ്രൂണസങ്കലനം ഒരു തവണ നടന്നു കഴിഞ്ഞാൽ അത് പിന്നെ പ്രസവിച്ചു പോയതിന് ശേഷം, അത് കുട്ടിയായിട്ടോ അല്ലാതെ മാസം തികയാതെ പ്രസവിച്ചു പോയതിന് ശേഷം പിന്നെ എന്തുണ്ടാവുള്ളൂ, ഇനി അടുത്ത ഭ്രൂണസങ്കലനം ബീജസങ്കലനം നടക്കുള്ളൂ എന്നാ. അപ്പൊ ഇപ്പൊ എന്തില്ല, അങ്ങനെ
ഭ്രൂണം ഇല്ല എന്നുള്ളത്, വയറ്റിലൊന്നും അല്ല റഹിമിലൊന്നും ഇല്ല എന്നുള്ള ഉറപ്പായല്ലോ. അപ്പൊ ഈ മുതുകത്ത് പ്രസവിച്ചാലും മതി. അലക്കത്ത് ആണെന്നുണ്ടെങ്കിൽ പറ്റൂല എന്നുമാണ് മസാല. അങ്ങനെയാ. പിന്നെ അപ്പൊ ഈ എന്താണ് മസാല വളരെ പിന്നെ പലപ്പോഴും ആവശ്യമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് ഹുക്കുമുണ്ട്. അതിന്റെ ശേഷം വരുന്ന എന്താണ് രക്തം നിഫാസാണ് അല്ലേ, അങ്ങനത്തെ കുറെ ഹുക്കുമുണ്ട്. ഈ ഗർഭം അലസിപ്പിക്കുന്നവര് അത് ശ്രദ്ധിക്കേണ്ടി വരും, മുതുകത്തായോ ഇല്ലേ എന്നുള്ളത്. ഗുളിക കഴിച്ചിട്ട് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കലങ്ങിയാ പോവുക. അത് മാംസാണെങ്കിലും മുതുകത്താണെങ്കിലും കലങ്ങും. ആ രീതിയിൽ പവറുള്ള എന്താണ് ഗുളികയാണത്. പിന്നെ അപ്പൊ അതിനെ തർത്തുബായ ഹുക്കുമുകൾ വരും. ഗർഭം അലസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അലസിപ്പിക്കുന്നത് അനുവദനീയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്യുമല്ലോ ആൾക്കാർ. അപ്പൊ ചെയ്യുമ്പോൾ അതിനെ തുടർന്ന് വേറെ ഹുക്കുമുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ വഖദ് ഉജിദ വഅദുമു ഹുസൂലി ഉമ്മിയത്തിൽ വലതി എന്ന പോലെ ഇതിന്റെ മേലെ നസ്സുണ്ട്. അവിടെ മിൻഹു അൻ നസ്സു എന്തിന്റെ മേല് അലാ പിന്നെ ഇൻഖിലാഇൽ ഇദ്ദത്തി എന്ന് പറഞ്ഞാൽ ഇൻഖിലാഇൽ ഇദ്ദന്റെ മേലാണ് ഇദാത്ത് ഫഅദുമു ഹുസൂലി ഉമ്മിയത്തിൽ വലതി ബിഹാ. ഈ മുതുകത്ത് പ്രസവിച്ചത് കൊണ്ട് വലത് ഉമ്മയാകൂല എന്ന് നസ്സുണ്ട് അല്ലെ. അപ്പൊ ഇദ്ദ ആകും. ശേഷം എന്ന പോലെ വരുന്ന ദമു അത് പിന്നെ നിഫാസാണ് എന്നൊക്കെ വരുമ്പോ ഈ മുതുകത്ത് പ്രസവിച്ചാൽ ഉമ്മയും ആകണം എന്ന് വരുമല്ലോ. പക്ഷെ ഉമ്മ ആകൂല എന്നാണ് നസ്സുള്ളത്. അത് കാരണം എന്താ ലിഅന്ന മദാറഹ ആ ഉമ്മ ആകുക, ഉമ്മിയത്തിന്റെ മദാർ എന്ന് പറഞ്ഞാൽ അലാ വുജൂദി ഇസ്മിൽ വലതി, ഈ പ്രസവിക്കുന്നതിന് വലത് എന്ന് പറയാൻ കഴിയണം. അതായത് പൂർണ്ണ വളർച്ച എത്തണം എന്നർത്ഥം. അത് കയ്യും കാലും ഒക്കെ വിരിഞ്ഞ് 6 മാസം ആണല്ലോ അഖല്ലുൽ ഹംല് എന്ന് പറഞ്ഞത്. ആ വലത് എന്ന് പറഞ്ഞത് വരണം, വലം യൂജത്. അപ്പോൾ അതെത്തിച്ചിട്ടില്ല. അതാണ് ഇപ്പൊ ഇത് ഫർക്ക് പറഞ്ഞത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുതുകത്തിന് ആ ഹുക്കുമ് സ്ഥിരപ്പെടും എന്നുണ്ടെങ്കിൽ ഇവിടെ ഉമ്മയാണെന്ന് സ്ഥിരപ്പെടണം. ഉമ്മയാണെന്ന് സ്ഥിരപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദ മുൻകളിയാകുന്നില്ല എന്നും വരണം അല്ലെ. ഉമ്മയാണെന്നുള്ളത് സ്ഥിരപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം എന്താണ് വലതിനെ വിലാദത്തിനെ തുടർന്നുണ്ടാകുന്ന ഹുക്കുമുകളാണല്ലോ. അപ്പൊ ഉമ്മയാണ് സ്ഥിരപ്പെടുന്നില്ലെങ്കിൽ ഇദ്ദ മുൻകത്തിയാകുന്നില്ല, അവസാനിക്കുന്നില്ല എന്ന് വരണം. അതാണ് ലളിതമായ 2 മസല. അപ്പൊ അവിടെ എന്താണ് ഇദ്ദ മുൻകത്തിയാകുമെന്നും അവസാനിക്കുമെന്നും ഇവിടെ ഉമ്മ ആകുന്നില്ല എന്നും രണ്ടിന്റെ ഇടയിൽ ഫർക്കുണ്ട്. ആ ഫർക്കാ പറഞ്ഞത് രണ്ടിന്റെയും മദാറ് വേറെ വേറെയാണ്. മദാറഹാല തയക്കുനിർ ബറാഅത്തിർ റഹ്മി എന്ന് പറഞ്ഞത് അവിടുത്തെ പിന്നെ കാരണവും ഇവിടെ മദാറഹാല ഉജൂദ് ഇസ്മിൽ വലതി എന്ന് പറഞ്ഞ ഇവിടുത്തെ കാരണവും. അപ്പൊ എന്താണ് രണ്ടിന്റെയും ഫർക്കും വന്നല്ലോ. അപ്പൊ ഫർക്കുള്ളത് കൊണ്ട് ഈ 2 മസലയിലും എന്താണ് ഖൗലു മുഖറജ് അങ്ങോട്ടും ഇങ്ങോട്ടും തഖ്രീജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തഖ്രീജ് ചെയ്തിട്ട് എന്ത് പറഞ്ഞു, ആ മുതുകത്ത് കൊണ്ട് ഇദ്ദ മുൻകത്തി ആവൂല എന്ന് പറഞ്ഞു. ഇവിടെ ഉമ്മാന്റെ വിഷയത്തിൽ അങ്ങോട്ട് മാറ്റിയിട്ട് എന്ന പോലെ അവിടെ ഇദ്ദ മുൻകളി ആകും അവസാനിക്കും എന്ന് പറഞ്ഞ ആ നസ്സിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഉമ്മയാകും എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ 2 ഖൗലും മുഖറജു എന്തല്ല റാജിഹല്ല മർജൂഹാണ്. ഇനി വഹൈദു അഖൂലു അൽ ജദീദു ജദീദ് എന്ന് പറയുമ്പോ എന്താണ് ഫൽ ഖദീമു ഖിലാഫുഹു, അതിന്റെ എതിര് ജദീദായി ഖദീമായിരിക്കും. ജദീദ് എന്ന് പറഞ്ഞാൽ എന്താ വഹുവ മാ ഖാലഹു ശാഫിഈ റളിയല്ലാഹു അൻഹു ബി മിസ്റ, മിസ്റിലെത്തിയതിന് ശേഷം പറഞ്ഞു. ബഗ്ദാദിൽ നിന്ന് പോന്നിട്ട് മിസ്റിലെത്തിയതിന് ശേഷം പറഞ്ഞത് എന്നാ. വേറൊരു അഭിപ്രായം ശേഷം പറയുന്നുണ്ട്, അല്ല ബഗ്ദാദിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ എന്താണ് പറഞ്ഞതും അതിൽപ്പെട്ടതാണ്. അപ്പൊ വഴിയിൽ വെച്ച് ബഗ്ദാദിൽ നിന്ന് മിസ്രത്തിനെ കുറെ ദിവസം പോകണല്ലോ, അതിന്റെ ഇടക്ക് എന്താണ് യാത്രയിൽ കിതാബ് എഴുതലൊക്കെ ഉണ്ടാവും. മസല ദാരിയയില് അതെല്ലാം എന്താണ് അതുപോലെ എന്താണ് ആബിദീങ്ങളാണെങ്കിൽ എപ്പോഴും ദിക്റെല്ലാം ഖുർആൻ ഓതലും യാത്രയിൽ. അപ്പൊ കൂടുതൽ ഖുർആൻ ഓതലൊക്കെ ആ സമയം, കാരണം ആ സമയത്ത് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പൊ എന്ന പോലെ ഇവര് ഇമാമിയങ്ങളാകുമ്പോ അവരിങ്ങനെ കിതാബ് എഴുതലും മസല ദാരിയയിലെല്ലാം ഉണ്ടാവും. അപ്പോ ആ സമയത്തൊക്കെ പറഞ്ഞത് ജദീദിൽ പെട്ടതാന്ന്. എന്നാൽ അങ്ങനല്ല, മിസ്റിൽ എത്തിയതിന് ശേഷമുള്ളതാണ്. ബി മിസ്ര വമിനുൽ മുഖ്തസറു വൽ ബുവൈത്തി വൽ ഉമ്മു, ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കിതാബുകളിൽ പെട്ടതാണല്ലോ മുഖ്തസർ, പിന്നെ ബുവൈത്തി, പിന്നെ ഉമ്മ്. അത് ഇമാം ബുവൈത്തി എഴുതിയോണ്ട് അങ്ങനെ പേര് എന്താണ് മഷൂറായതാ. മുഖ്തസറുൽ മുസനി എന്നാണല്ലോ പറയല്. പിന്നെ കിതാബുൽ ഉമ്മ് ഇതൊക്കെ പിന്നെ ജദീദിന്റെ കിതാബുകളാണ്. ഖിലാഫൻ ലിമൻ ഷദ്ദ,
ഉമ്മിനെ കുറിച്ച് ചിലവർ പറഞ്ഞത് ഖദീമിന്റെ കിതാബാണെന്ന്, അത് ഷാദാണ്. പിന്നെ വഖീല മാ ഖാലഹു ബഅദ ഖുറൂജിഹി മിൻ ബഗ്ദാദ ഇലാ മിസ്റ, ബഗ്ദാദിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം പറഞ്ഞത് മുഴുവൻ മിസ്റിലേക്ക് പുറപ്പെട്ടതിന് ശേഷം, അല്ല മിസ്ർ വരെ പറഞ്ഞത് എന്നല്ല, മിസ്റിലെത്തിയതിന് ശേഷം പറഞ്ഞത്. അതാ മിസ്റിലേക്ക് പുറപ്പെട്ടതിന് ശേഷം, ഇലന്റെ മുത്താലിലേക്ക് ഖുറൂജിനോടാ, അല്ലാതെ ഇലന്റെ മുത്താലിലേക്ക് കാലനോടല്ല. പിന്നെ കാലനോടാക്കിയാൽ മിസ്റിലെത്തുന്നവരെ പറഞ്ഞത് നയിപ്പോ, അങ്ങനെയല്ല. പിന്നെ അപ്പൊ അങ്ങനെയാണ് ജദീദ് എന്ന് പറഞ്ഞത്. ഇത് അവിടെ എത്തിയതിനു ശേഷം മാറ്റി പറയാൻ എന്താ കാരണം ഉണ്ടായത്? മാറ്റി പറയാൻ കാരണം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയപ്പോ ഒരുപാട് മുഹദ്ദിസീങ്ങളുണ്ട് അവിടെ ലൈസ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു ഫഖീഹ് മിസ്ർ എന്നറിയപ്പെട്ട മഹാനൊക്കെ വലിയ മുഹദ്ദിസല്ലേ, അവരുടെ ശിഷ്യന്മാരൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഇവിടെ എത്തി നോക്കിയപ്പോ ബഗ്ദാദിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് ഹദീസ് കിട്ടി. അതാണ് മാറ്റി പറയാൻ കാരണം ഉണ്ടായത്. ബഗ്ദാദിൽ വരെ ഉണ്ടായിരുന്നപ്പോ കിട്ടാത്ത ഒരുപാട് ഹദീസുകൾ മിസ്റിലെത്തിയപ്പോ കിട്ടി. അപ്പൊ പിന്നെ മാറ്റി പറയണമല്ലോ, തെളിവ് വേറെ കിട്ടിയപ്പോ. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ പ്രത്യേകതയും മദ്ഹബിന്റെ പ്രത്യേകതയും പറഞ്ഞ അന്ന് എന്താണ് ലോകത്ത് വൈജ്ഞാനിക കേന്ദ്രങ്ങളായിരുന്ന 4 സ്ഥലങ്ങള്, അവിടെ 4 പോയിട്ട് അവിടുത്തെ 4 സ്ഥലത്തെയും എന്താണ് ഉലമാകുന്ന ഹദീസ് സ്വീകരിക്കുകയും ഇൽമു സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മക്കത്ത് വന്നിട്ടുണ്ട്, മദീനത്ത് വന്നിട്ടുണ്ട്, ബഗ്ദാദിലും പോയിട്ടുണ്ട്, മിസ്റിലും പോയിട്ടുണ്ട്. ഈ 4 സ്ഥലമായിരുന്നു എന്ത്. അപ്പൊ അവസാനം ഈ 4 സ്ഥലത്ത് നിന്ന് അവസാനം എത്തി മിസ്റിൽ നിന്നപ്പോ അവിടെ പറഞ്ഞതാണ് ജദീദ്. അപ്പൊ അതുകൊണ്ട് അതാണ് നേരത്തെ പറഞ്ഞ പോലെ എന്ത് അഅ്ദലുൽ മദാഹിബായി അഖ്വൽ മദാഹിബായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇനി എവിടെയും പോയിട്ട് എന്താണ് വേറെ ഹദീസുകളൊന്നും കിട്ടാനില്ലല്ലോ. അതായത് ആ കേന്ദ്രങ്ങളിലാണല്ലോ അത് കൂടുതൽ ഉണ്ടാകുക. അങ്ങനെയാ. ഫൽ ഖദീമു വഹുവ മാ ഖാലഹു ഖബ്ല ദുഖൂലിഹാ ഖിലാഫുഹു വമിന്നു കിതാബുഹു അൽ ഹുജ്ജത്തു എന്ന് പറഞ്ഞ കിതാബ്. ഔ അഖൂലു അൽ ഖദീമു, അല്ലെങ്കിൽ അൽ ഖദീമു എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഔ ഫീ ഖൗലിൻ ഖദീം എന്ന് പറയുമ്പോ ഫൽ ജദീദു ഖിലാഫുഹു എന്നാ. പക്ഷെ ഇങ്ങനെ അൽ ഖദീമു എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഫീ ഖൗലിൻ ഖദീം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞില്ല എന്നാ പറയുന്നത്. അതല്ല യുനാഫി അദ്മു വുഖൂഇ ഹാദിഹി ഫീ കലാമിഹി ഫീ ഖൗലിൻ ഖദീമിൻ എന്നുള്ളത് വന്നിട്ടില്ല. ഫീ കലാമി മുസന്നിഫിന്റെ കലാമില് മിന്നാജിലും അങ്ങനെ വന്നിട്ടില്ല. ലിഅന്നഹു ലം യദ്കുർ അന്നഹു ഖാലഹാ. അതായത് മുസന്നിഫ് ഇവിടെ ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞോ? അതാ ലിഅന്നഹു ഇങ്ങനെ എതിരില്ല എന്ന് പറഞ്ഞതിന് കാരണം പറയാ ലിഅന്നഹു, കാരണം മുസന്നിഫ് ലം യദ്കുർ പറഞ്ഞിട്ടില്ല, അന്നഹു മുസന്നിഫ് ഖാലഹ ഇതിനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. ബൽ പിന്നെന്താ പറഞ്ഞത്? ഇൻ സദറത്ത് വഹിയ കസാബിഖിഹാ, അത് ആ ഇബാറത്ത് മുസന്നിഫിൽ നിന്നുണ്ടായാൽ ഫഹിയ ആ ഇബാറത്തിന്റെ അർത്ഥം കസാബിഖിഹ അതിന്റെ മുമ്പേ പറഞ്ഞ അൽ ഖദീമു എന്ന് പറയുന്നത് പോലെയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ. ഫൽ ജദീദു ഖിലാഫുഹു വല്ലമലു അലൈഹി. ജദീദാണ് എന്ത് അതിന്റെ എതിര്. വല്ലമലു അലൈഹി, ജദീദിന്റെ മേലാണ് അമല്. ജദീദും ഖദീമും ആവുമ്പോ റാജിഹ് ജദീദ് തന്നെ. അതാ അമല് ഫത്വയും എന്ന പോലെ പിന്നെ ഖലാവും ഒക്കെ ജദീദിന്റെ മേല. ഇല്ലാ ഫീ നഹ്വി 20, എന്നാല് 20ഓളം മസലയിൽ ഒഴിച്ച് അതില് ഖദീമ റാജിഹാകുന്നത്. ഇല്ലാ ഫീ നഹ്വി 20 മസ്അലത്തൻ വഅബ്ബറ ബഅദുഹും ബിനൈഫിൻ വസലാദീന മസ്അലത്തൻ. മസ്അല എന്നുള്ളത് 20ലേക്കും നൈഫിൻ വസലാദീന 2ലേക്കും മടങ്ങുന്ന. ഇല്ലാ ഫീ നഹ്വി 20 വഅബ്ബറ ബഅദുഹും ബിനൈഫിൻ വസലാദീന. വേറെ ചിലർ എണ്ണി നോക്കിയിട്ട് 30 ചില്വാനം എന്ന് ഇബാറത്തിട്ടിട്ടുണ്ട്. 20ഓളം എന്ന് പറഞ്ഞാൽ 30-ലധികം, 30 മുതൽ 40 വരെ ഉള്ളതിനാണല്ലോ 30 ചില്വാൻ നൈഫിൻ വസലാദീന എന്ന് പറയാ. അപ്പൊ അത് രണ്ടും എന്താണ് ഒരർത്ഥത്തിനുള്ളതല്ല. 20 എന്ന് പറഞ്ഞാൽ നഹ്വി 20 എന്ന് പറഞ്ഞാൽ ഒരു 25 വരെയൊക്കെ അല്ലേ പോവുള്ളൂ, അല്ലേ? അങ്ങനെ. അപ്പോ ചിലര് എണ്ണ നോക്കിയപ്പോ അത്രയും കണ്ടിട്ടുണ്ട് എന്നർത്ഥം. പിന്നെ എഴുത്തി ബയാനു കസീരിൻ മിന്ന, ഈ പറഞ്ഞ മസലയിൽ നിന്ന് അതീതത്തിന്റെയും വിശദീകരണം ശേഷം വരുന്നുണ്ട്. പിന്നെ വല്ലമലു അലൈഹി ഇല്ലാ ഫി നഹ്വി 20 മസല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നൈഫിൻ വസലാദീന മസല എന്ന് പറഞ്ഞത് മൊത്തം എന്താണ് ജദീദും ഖദീമും കൊള്ള നോക്കുമ്പോഴുള്ള വർത്താനാ പറയുന്നത്, അല്ലാതെ മിന്നാജ് കിതാബിനെ കുറിച്ചുള്ളതല്ല. അതുകൊണ്ടാണ് അപ്പറഞ്ഞതിൽ അധികവും മിന്നാജിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോ ജദീദും ഖദീമുമായിട്ട് ഖിലാഫ് ഉണ്ടായിട്ട്
ഖദീം റാജിഹാകുന്ന എല്ലാ സ്ഥലങ്ങളും മിന്നാജിൽ പറഞ്ഞിട്ടില്ല. അധികവും പറഞ്ഞിട്ടുണ്ട്. അതാ അതിന്റെ അല്ല, അധികം എന്നല്ല, കെസീരും മിന്നാന്നല്ല, അതിന്ന് കുറേന്നേ ഉള്ളൂ, അക്സർ എന്നല്ലല്ലോ. അപ്പൊ അതിൽ കെസീറും എന്താണ് കുറെ കുറച്ചധികം അതിൽ നിന്നുള്ളത് ഇതിൽ വരുന്നുണ്ട് എന്നാണ്. സിഹത്തിൽ ഹദീസ് ബി, പിന്നെന്തും വരുന്നുണ്ട്, എത്തി ബയാനോ, ആ ബയാന്റെ മേലത്തുവ, ഇത് ഹദീസ് സഹീഹായതിന് വേണ്ടിയാണ്, ഹദീസ് സഹീഹായത് പോലത്തെ കാരണത്തിന് വേണ്ടിയാണ് ബിഹി, ആ ഖദീമ് കൊണ്ട്, ആ ഖദീമ് കൊണ്ട് ഹദീസ് സഹീഹായത് പോലത്തെ കാരണമാണ്. അപ്പൊ സിഹത്തുൽ ഹദീസ് പോലെ വേറെ തെളിവുള്ളതുകൊണ്ട് ചില മസലയിൽ അങ്ങനെ ഖദീമ റാജിഹാൻ കാരണം ഹദീസ് സഹീഹായതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് അതിന്റെ ആ ഹദീസ് സഹീഹായതായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഹദീസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ സിഹത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ അസഹാബ് നോക്കുമ്പോ എന്തായി, ആ ഖദീമിന്റെ തെളിവായിരുന്ന ഹദീസ് അത് സഹീഹാണെന്ന് ബോധ്യപ്പെട്ടു, അതിന്റെ സിഹത്ത് അസ്ഹാബിന് സ്ഥിരപ്പെട്ട്. അപ്പൊ അവരെന്ത് ചെയ്തു, ആ ഖദീം കൊണ്ട് അമൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോ ആ ഖദീമിന് ഒരു ഹദീസ് തെളിവാണ്, അത് സഹീഹാണെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ ആ ഹദീസ് അവലംബിക്കാതെ എന്ത് ചെയ്തു, വേറൊരു തെളിവ് അവലംബിച്ചിട്ട് ആ ഖദീമിന്റെ എതിരായ ഒരു അഭിപ്രായമാണ് ജദീദിൽ പറഞ്ഞത്. പിന്നെ നോക്കുമ്പോഴാണ് എന്ത് ചെയ്തത്, ശേഷമുള്ള അയിമത്ത് നോക്കുമ്പോ ആ ഖദീമിന്റെ ഹദീസ് സഹിയായ തരീഖിൽ വരുന്നുണ്ട്, സ്ഥിരപ്പെടുന്നുണ്ട്. അപ്പൊ അത് പറയണമല്ലോ, അത് പറയണം എന്ന് ഇമാം ഷാഫി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അമലം ബിമാ, ഈ പറഞ്ഞ ബിമാ തവാത്തറ അൻ വസിയ്യത്തി ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇതിങ്ങനെ വല്ലമലു അലൈഹി ഇല്ലാ ഫി 20 മസ്അലത്തൻ എന്താണ് ലിനഹ്വി സിഹത്തിൽ ഹദീസ് ബിഹി. അമലൻ എന്ന് പറഞ്ഞത് എന്തിനാ, ആ സിഹത്തുൽ ഹദീസ് പോലത്തതിന് വേണ്ടി ഈ പറഞ്ഞ 20ഓളം സ്ഥലത്ത് അമൽ അതിന്റെ മേലാണ് എന്ന് പറഞ്ഞല്ലോ, എന്നതിന് ശേഷം വരുന്നുണ്ട്. ആ സിഹത്തുൽ ഹദീസിന് വേണ്ടി ആണ് എന്ന് പറഞ്ഞതിന് കാരണം പറഞ്ഞതാ അമലൻ. ഇരുപതോളം മസലയില് അമല് ഖദീമിന്റെ മേലായത് ഹദീസ് സഹിയായ പോലത്തതിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഹദീസ് സഹിയായത് കൊണ്ട് അങ്ങനെ ചെയ്യണം എന്നാരെ പറഞ്ഞത്, ഇമാം ഷാഫി പറഞ്ഞു ബിമാ തവാത്തറ മുത്തവാത്തിറൻ വസിയ്യത്തു ഷാഫിഈ. ഇമാം ഷാഫി മാത്രമല്ല അത് പറഞ്ഞിട്ടുള്ളത്, മറ്റയിമ്മത്ത് പറയാറുണ്ട്. എന്താണത്, ആ മാത്തവാത്തറ അന്നഹു ഇദാ സഹൽ ഹദീസു മിൻ ഗൈരി മുആരിലിൻ വഹുവ മദ്ഹബുഹു, ഇദാ സഹൽ ഹദീസു വഹുവ മദ്ഹബി എന്ന് പറഞ്ഞില്ലേ. അത് 4 അയിമ്മത്തിനെ തൊട്ട് നക്കലുണ്ട് എന്ന് 4 പേരും പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് മീസാനുൽ കുബ്രയിൽ. അതിന്റെ അർത്ഥം വിശദീകരിച്ചിട്ടുണ്ട്. ഇദാ സഹൽ ഹദീസു എന്നാണ്. അൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അലിഫിലാമിന്റെ അർത്ഥം വെക്കാറില്ല. ഇത് ഉദ്ധരിച്ചിട്ട് എന്താണ് വഹാബികള് അല്ലെങ്കിൽ മുത്തദീങ്ങള് ഈ കൗൽ ഉദ്ധരിച്ചിട്ട് ഹദീസ് സഹിയായാൽ അത് സ്വീകരിക്കണം. അപ്പോൾ ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞു, അതിനെതിരിൽ ഇതാ സഹിയായ ഒരു ഹദീസ് ഉണ്ട് എന്നിങ്ങനെ പറയുന്ന ആൾക്കാര് അവർ ഈ അലിഫിലാമിന്റെ അർത്ഥം മനസ്സിലാക്കിയില്ല. ഇദാ സഹൽ ഹദീസ് എന്ന് പറഞ്ഞാല് ആ ഹദീസ് ശരി സഹിയായാൽ അല്ലെങ്കിൽ ഈ ഹദീസ് സഹിയായാൽ എന്നല്ലേ, ഒരു മഅഹൂദായ ഒരു ഹദീസിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഹദീസ് സഹിയായി കഴിഞ്ഞാൽ എന്താകണം, അതിന് മുആരിലു ഇല്ലാന്നുണ്ടെങ്കിൽ വഹുവ മദ്ഹബുഹു, ആ ഹദീസ് പറഞ്ഞ അനുസരിച്ച് ആ ഹദീസിലുള്ള അനുസരിച്ച് പറയണം, അതാണ് എന്റെ മദ്ഹബ് എന്നാ. അപ്പോ റെഡിയായി. പിന്നെ വലം, അപ്പൊ അതാരോടാ പറയുന്നതും, നബിമാമ് ശറൽ മദ്ഹബിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതെല്ലാവരോടും സാധാരണക്കാരോടൊന്നുമല്ല, ഇജ്തിഹാദിന് യോഗ്യതല്ല. ഹദീസിന്റെ സിഹത്ത് നോക്കാനും ഉസൂല് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉസൂൽ അനുസരിച്ച് ഫുറൂഅ് ഇസ്തിംബാത്ത് ചെയ്യാനും യോഗ്യതയുള്ള ആരോടാ പറയുന്നത്, അസ്ഹാബിനോടാണ് പറഞ്ഞിട്ടുള്ള കൗല്. പിന്നെ അതിന്റെ അർത്ഥം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞ എന്റെ അത്തസ്ദീദ് ഫി മസായിലിൽ ഇജ്തിഹാദി വത്തഖ്ലീദ് വിശദമായി എഴുതിയിട്ടുണ്ട്, ശുബഹത്തൊക്കെ നീക്കിയിട്ട്. പിന്നെ മിൻ ഗൈരി മുആരിലിൻ വഹുവ മദ്ഹബുഹു വലൗ നസ്സ ഫീഹി അലാ മാ ലം യൻസ അലൈഹി ഫിൽ ജദീദ്. ഇനി വേറെ പറയാം. അപ്പോൾ വലൗ നസ്സ ഫീഹി,
പിന്നെ ഈ ഖദീമില് നസ്സുണ്ട് അലാ മാലം മിനിസ്സ അലൈഹി ഒരു 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 ഹുക്കും ഒരു വിഷയത്തില് ഒരു ഹുക്കുമിന്റെ മേലെ നസ്സുണ്ട്, ആ ഹുക്കുമിന്റെ മേൽ നസ്സില്ല ബിൽ ജദീദ് ജദീദിലില്ല. എന്നാൽ വജബ ഇഅ്തിമാദുഹു ആ ഖദീമിനെ ഇഅ്തിമാദ് ചെയ്യണം. കാരണം എന്താ അന്നഹു ലം യസ്ബുത്ത് റുജൂഉഹു അൻ ഹാദാ ബിഖുസൂസിഹി. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു റുജൂ സ്ഥിരപ്പെട്ടിട്ടില്ല അൻ ഹാദാ ഈ ഖദീമിലെ നസ്സിനെ തൊട്ട് എന്ത് ചെയ്തിട്ടില്ല, റുജൂ സ്ഥിരപ്പെട്ടിട്ടില്ല ബിഖുസൂസിഹി ആ നസ്സിനെ തൊട്ട് പ്രത്യേകമായിട്ട്. മൊത്തത്തില് ഖദീമിൽ നിന്ന് ജദീദിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ജദീദില് നസ്സായി പറയാത്ത ഖൗല് പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്, കുറെ വിഷയങ്ങളുണ്ട്. അതൊക്കെ ഖദീമ് പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ഇനി വായിസു വഖൂലു ഞാൻ പറയുമ്പോ വക്കീല കഥ എന്ന് പറഞ്ഞാൽ വജുഹുൻ ലഈഫുൻ വസ്സഹീഹു അവിൽ അസഹു ഖിലാഫുഹൂന. പിന്നെ അപ്പൊ ആ വജുഹുൻ ലഈഫിന്റെ ദലീലിന് എന്താണ് ഖുവത്തുള്ളതും ഇല്ലാതെ ഇരിക്കാം എന്നാ. ഇനി ഹൈസു വഖൂലു വഫീ ഖൗലിൻ എന്ന് പറയുമ്പോ കഥാ ഫീ ഖൗലിനെ പറഞ്ഞിട്ടുള്ളൂ, ഖൗലിൻ ലഈഫ് എന്ന് പറഞ്ഞില്ല. വജിഹ് എന്ന് പറഞ്ഞപ്പോ ലഈഫ് എന്ന് സിഫത്തോടു കൂടെ പറഞ്ഞ. വഫീ ഖൗലിൻ കഥ എന്ന് പറഞ്ഞാൽ ഫർറാജിഹു ഖിലാഫുഹു റാജിഹ് അതിനെതിരെ. അപ്പൊ അതിനെതിരെ റാജിഹ് എന്ന് പറയുമ്പോൾ അത് അൽഹറിന്റെ സ്ഥാനത്തോ മഷൂറിന്റെ സ്ഥാനത്തോ രണ്ടും ആകാം. വകഅന്ന തർക്കഹു ലി ബയാനിൽ ഖിലാഫി ഇവിടെ എന്താ ഖിലാഫ് വിശദീകരിക്കാഞ്ഞത്, ഖുവത്ത് വിശദീകരിച്ചില്ലല്ലോ. സഹീഹോ അസഹോ ഖിലാഫാകാം, റാജി ഖിലാഫാകുക എന്ന് പറഞ്ഞാൽ അൽഹറോ മഷൂറാകാം അല്ലെ. അത് വിശദീകരിക്കാഞ്ഞത് ലി ബയാനിൽ ഖിലാഫ് വകാന്ന തർക്കഹു ലി ബയാനിൽ ഖിലാഫി വളുഅഫിഹി ഫീഹിമാ ലിഅദമി ളുഹൂരിഹി ലഹു. അത് അതിന്റെ ളുഅഫും വിശദീകരിച്ചില്ല. അതെന്തുകൊണ്ടാണ്, പിന്നെ അത് നോക്കിയിട്ട് ബോധ്യപ്പെടാത്തോണ്ടാണ്. ലിഅദമി ളുഹൂരിഹി പിന്നെ അപ്പൊ ലി ബയാനി അൽ ഖിലാഫി എന്നാണ് എന്റെ കിതാബിലുള്ള. അവിടെ ലി ബയാനി ഖുവ്വത്തിൽ ഖിലാഫി വൽ ഉർഫി അങ്ങനെയാ വേറെ നുസ്ഖയില് അങ്ങനെ തോന്നുന്നുണ്ട്. നോക്കട്ടെ. ലി ബയാനി ഖുവ്വത്തിൽ ഖിലാഫി വൽ ഉർഫി എന്നാ. അവിടെ ഖിലാഫിന്റെ ഖുവ്വത്തും ഉർഫും വിശദീകരിച്ചില്ല രണ്ട് സ്ഥലത്തും. അത് പിന്നെ ലി അദ്മി ളുഹൂരിഹി ലഹു ആ ഖുവ്വത്തും ളുഹും ലാഹിറായില്ല ലഹു ഇമാമിന്. ഔലി ഇഖ്റാഇ താലിബി അലാ തഅമ്മുലിഹി അല്ലെങ്കിൽ താലിബിനെ പ്രേരിപ്പിക്കാനാണ് അലാ തഅമ്മുലിഹി ഇത് ചിന്തിക്കാൻ, അതായത് ഖുവ്വത്തും ളുഹും ചിന്തിക്കാൻ. വൽ ബഹ്സി അൻഹു അതിനെ തൊട്ട് ബഹ്സി ചെയ്യാനും പ്രേരിപ്പിക്കാനാണ്. എന്തിനാ അതിൽ യഖ്വാ നളറുഹു പിന്നെ താലിബിന്റെ വിദ്യാർത്ഥികളുടെ ശിഷ്യന്മാരുടെയൊക്കെ എന്താണ് നെലർ ഉഷാറായി വരണ്ടേ. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ പരീക്ഷിക്കാനൊക്കെ അവരിലേക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ഉഷാറാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ബിൽ മദാരിക്ക് എന്തിലുള്ള നെലർ കവിയാകുക തെളിവുകളിൽ. വൽ മഹാഹിദി മദാരിക്ക് മഹാഹിദ് എന്ന് പറഞ്ഞ ഒന്ന് തന്നെ, മഹദ് മദറക്ക് എന്ന് പറഞ്ഞ തെളിവുകളാ. വസ്ഫുൽ വജിഹി പിന്നെ വസ്ഫുൽ വജിഹി ബിൽ ലഈഫ് അവിടെ വജുഹുൻ ലഈഫുൻ എന്ന് പറഞ്ഞു അല്ലേ. വജിഹിന് ലഈഫ് എന്ന് പറഞ്ഞു ദൂനൽ ഖൗലി. ഖൗല് പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞില്ല. വഫീ ഖൗലിൻ എന്ന് പറഞ്ഞാല് അത് തഅദ്ദുബൻ, അത് മഷ്ഹൂർ സഹീഹ് എന്ന് ഇബാറത്തിട്ടെടുത്ത് പറഞ്ഞ പോലെ തന്നെ അത് അദബാണ്. ഇനി വമിൻഹാ ആ നഫായിസ് മുസ്തജാദാത്തിൽ പെട്ടതാണ് മസായിൽ ജമ്മു മസ്സലത്തിൻ വഹിയ മാ യുബർഹനു അലാ ഇസ്ബാത്തി മഹ്മൂലിഹി. എന്താണ് മസ്സലന്റെ തരീഫ് ശേഷം വരുന്ന മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതാണ് മാ യുബർഹനു അലാ ഇസ്ബാത്തി മഹ്മൂലിഹി. മാ എന്ന് പറഞ്ഞ ഒരു ഹുക്കുമ്, യുബർഹനു ഒരു കളിയ ഒരു ഹുക്കുമു എന്നൊക്കെ അർത്ഥം. യുബർഹനു അലാ ഇസ്ബാത്തി മഹ്മൂലിഹി അതിന്റെ മഹ്മൂല് സ്ഥിരപ്പെടുന്നു എന്നതിന് തെളിവ് പറയപ്പെടും. ആ മഹ്മൂൽ എന്തിന് സ്ഥിരപ്പെടുന്നു, ലി മൗദൂഇഹി അതിന്റെ മഹ്മൂലിന് സ്ഥിരപ്പെടുന്നു എന്നതിന് തെളിവ് പറയപ്പെടും. എവിടെ, ഫിൽ ഇൽമി ഏതൊരു ഇൽമിലും, എല്ലാ ഇൽമിലും. ഫിൽ ഇൽമി എന്ന് പറഞ്ഞാൽ എല്ലാ ഇൽമിലും. അതാണ് മസ്സല എന്ന് പറഞ്ഞത്. ഈ അപ്പൊ ഒരു കാര്യം ഹറാമാന്ന് പറയുമ്പോ ഈ ഹിർമത്ത് അതിന് സ്ഥിരപ്പെട്ടതാണ് എന്നതിന് തെളിവ് പറയപ്പെടുന്ന ഒരു കാര്യം. ഒമിൻ ഷൈനി ദാലിക. അപ്പൊ ഇതിന് മസ്സല എന്നെങ്ങനെ പേരിട്ടത്? മായുബർഹനു ആണെങ്കിൽ പിന്നെ മസ്സല എന്ന് പറഞ്ഞത് സുഹാലിന്ന് വന്നതല്ലേ, ആ മുനാസബത്താ പിന്നെ പറയുന്നത്. ഒമിൻ ഷൈനി ദാലിക യുത്തലബ വയുസ്അല അൻഹു. ഈ യുബർഹനു അലാ ഇസ്ബാത്തി മഅ്മൂലി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഷൈനിൽപ്പെട്ടതാണ്. അത് തേടപ്പെടും, അന്വേഷിച്ചു വരും, അതിനെക്കുറിച്ച് ചോദിക്കപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് ഫലിഹാദാ യുസമ്മ മത്ലൂബൻ. അതിന് മത്ലൂബ് എന്നും പറയും, മസ്അലത്തൻ മസ്അല എന്നും പറയും. രണ്ടുപേരുണ്ട്. അപ്പൊ തേടപ്പെടും എന്ന നിലയ്ക്ക് അതിന് മത്ലൂബ് എന്ന് പറയും. മത്ലൂബിൻ ഖബരി എന്നല്ലേ പറയാം.
പിന്നെ മസല എന്നും പറയും. ഇതിൽപ്പെട്ടതാണ് മസായിലു നഫീസത്തുൻ എന്നാണ്. അലുമ്മുഹായിലൈഹി യംബഗി അല്ലാ യുഖ്ലൽ കിതാബു അൻ മിൻഹാ എന്ന. അപ്പോ ഈ നഫീസത്ത് എന്ന് പറഞ്ഞത് കാരണം എന്താ, വിലപിടിപ്പുള്ളതായത് ലിഉമൂമി നഫഇഹ, അതിന്റെ നഫ്അ ആമാണ്. വമസ്സിൽ ഹാജത്ത് ഇലൈഹ, ആ മസലയിലേക്കുള്ള ആവശ്യം ശക്തമാണ്. പിന്നെ ഇവിടെ നഫീസത്ത് എന്ന് ജമ്മിന് ആസിബത്ത് പറഞ്ഞത് എന്താ, മസായിലു നഫീസാത്തുന്നല്ലേ വേണ്ടത്. പിന്നെ നഫീസാത്തുന്നല്ലേ വേണ്ടത്, കാരണം മസലത്തുൻ എന്നതിന്റെ ജമ്മു മസായില്, അപ്പൊ മുഹന്നത്തല്ലേ, അപ്പൊ നഫീസാത്തുന്ന് വേണ്ടേന്ന്. അപ്പൊ ഇവിടെ വസ്ഫുൽ ജമ്മി മസായില് എന്ന് പറഞ്ഞ ജമ്മിന് സിഫത്ത് പറഞ്ഞു, ബിൽ മുഫ്രദി നഫീസത്ത് എന്ന് പറഞ്ഞ മുഫ്രദ് കൊണ്ട് സിഫത്ത് പറഞ്ഞത് റിആയത്തല്ലി മുഫ്രദിൻ, അത് മുഫ്രദിനെ പരിഗണിച്ചിട്ടാണ്. ആ മസായിലിന്റെ മുഫ്രദ് മസ്അല അതിനെ പരിഗണിച്ചിട്ട് നഫീസത്തുൻ എന്ന് പറഞ്ഞതാണ്. ഈ വസ്ഫ് സായിഖുൻ, അത് ജായിസാണ്, അങ്ങനെ പറയാം. പിന്നെ നുഹാത്തിന്റെ അടുക്കൽ അങ്ങനെയുണ്ട്. അലുമുഹായി മസലകളെ ഞാൻ ചേർക്കും ഇലൈഹി ആ മുഖ്തസറിലേക്ക്, ഫി മലാനിഹൽ ലായിഖത്തി ബിഹാ ഗാലിബൻ, അധികവും എന്താണ് അതിനോട് യോജിച്ച സ്ഥലത്താ ചേർക്കുക. പിന്നെ യോജിച്ചതല്ലാത്ത സ്ഥലത്ത് ചേർത്തിട്ടുണ്ട്. കിതാബുൽ ജനായിസിൽ എന്ത് സിയാദാത്ത് ഉണ്ട്, അവിടെ യോജിപ്പില്ലാത്ത സ്ഥലത്തും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗാലിബൻ എന്ന് പറഞ്ഞാൽ. എംബഗി യുത്തുലബു വേണ്ടതാണെന്ന് പറഞ്ഞാല് എംബഗി അല്ലായുഹലൽ കിതാബു അനിവാര്യമാണെന്ന്, കിതാബ് ഒഴിവാകാതിരിക്കൽ മിന്ന ഈ മസലയെ തൊട്ട് ഒഴിവാകാതിരിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ഈ എംബഗീന്റെ അർത്ഥം പറയുന്നത്. എംബഗി ഫിഖ്ഹിൽ വരുന്നതാണല്ലോ. എംബഗി എന്നുള്ളതിന്റെ അർത്ഥം യുത്തുലബു മത്ലൂബാണ് എന്നാ. വമിൻ സമ്മ കാനൽ അഗ്ലബു ഫിഹാ ഇസ്തിഅമാലുഹാ ബിൽ മന്ദൂബി. യുത്തുലബു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് സുന്നത്തിലാണ് എന്ത് ചെയ്യുക, എംബഗി എന്ന് പറഞ്ഞത് അധികം ഉപയോഗിക്കുക. ഒരു സ്ഥലത്ത് എംബഗി കഥ എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ് അതിന്റെ അർത്ഥം. പിന്നെ താറത്തൻ വഫിൽ വുജൂബി ഉഖ്റ, ചിലപ്പോ എന്താണ് വാജിബിന് ഉപയോഗിക്കും, അത് മത്ലൂബ് തന്നെയാണ്. വഖത്തുസ്തഅമലു, അപ്പൊ ഈ ഗാലിബിന്റെ എതിരെന്താ, അഗ്ലബ് സുന്നത്തിലോ വാജിബിലോ ഉപയോഗിക്കലാണ്. വഖത്തുസ്തഅമലു അഗ്ലബിന്റെ എതിരാ പറയുന്നത്. ചിലപ്പോൾ ലിൽ ജവാസി, ജവാസിന് ഉപയോഗിക്കും. ജവാസിന് ഉപയോഗിക്കുമ്പോ ജവാസ് മത്ലൂബ് അല്ലല്ലോ, വാജിബും മന്ദൂബും മത്ലൂബാണ്. അപ്പൊ അഗ്ലബ് അതിൽ ഉപയോഗിക്കും. ചിലപ്പോ ജായിസ് എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കും. അവി തെർജീഹി അല്ലെങ്കിൽ തെർജീഹിന് ഉപയോഗിക്കും എംബഗി എന്നുള്ളത്. അപ്പൊ ലായംബഗി എന്നുള്ളതോ അതാ പിന്നെ പറയുന്ന വലായംബഗി കത്തക്കൂനു ലിത്തഹരീമി അവിൽ കറാഹത്തി. എംബഗി മത്ലൂബാണെങ്കിൽ ലായംബഗി എന്ന് പറഞ്ഞത് മൻഹീന് വരണ്ടേ. അപ്പൊ മൻഹീനാവുമ്പോ അത് ഹറാമോ കറാഹത്തോ ആണ്, അങ്ങനെ ഉപയോഗിക്കും അല്ലെ. അത് പിന്നെ അങ്ങനെ തിരിയുന്നത് ആ കരീനത്തിന്ന്. അല്ലെങ്കിൽ ഈ എംബഗി എന്നുള്ള സ്ഥലത്ത് ഇവിടെ ഇബാറത്തിട്ട സ്ഥലത്ത് വേറെ കിതാബിൽ വേറെ മുസന്നിഫീങ്ങൾ എങ്ങനെ ഇബാറത്തിട്ട് നോക്കേണ്ടി വരും, എന്നാലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലാ യുഖ്ലൽ കിതാബു, ഏത് കിതാബ് എന്നാൽ മദ്കൂർ പറഞ്ഞ കിതാബ് എന്നാ. മദ്കൂറായ കിതാബ് ഏതാ, വഹുവ അൽ മുഖ്തസറു വമാ ലുമ്മ ഇലൈഹി. ആ മുഹറർ ഇഖ്തിസാർ ചെയ്തതും അതിലേക്ക് കൂട്ടിയതും, ഇതെല്ലാം കൂടി കൂട്ടിയതല്ലേ മുസന്നിഫിന്റെ കിതാബ്. അതിന്റെ പേരുണ്ടോ മുസന്നിഫ്? ഇവിടെ നമ്മളെ മുഖദ്ദിമയിൽ അതിന് ഞാൻ ഇന്ന പേരിട്ടു എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പൊ പിന്നെ ഇബ്നുഹജർ പറയുന്നു വഖസ്സമ്മാ, കിതാബിന് പേരിട്ടിട്ടുണ്ട് മുസന്നിഫ് തന്നെ. ഈ ലഹിരി ഖുതുബത്തിഹി ബി ഖത്തിഹി, മുസന്നിഫ് തന്നെ ആ ഖുതുബന്റെ ലഹിറിൽ പുറംഭാഗത്ത് കിതാബിൽ ആ പേജിന്റെ പുറംഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ബി ഖത്തിഹി മുസന്നിഫിന്റെ കയ്യെഴുത്തുകൊണ്ട് തന്നെ പേരിട്ടിട്ടുണ്ട്. അൽ മിൻഹാജ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പേര് വന്ന്. നമ്മളെ മഹല്ലി ഇമാമിന്റെ ശറഹിന് ഗൻസുർ റാഗിബി എന്ന് വല്ലവരും പറയലുണ്ട്. പക്ഷെ കൈപ്പറ്റ് അത് മഹല്ലി ഇമാമിന്റെ ശറഹിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, ഞാനങ്ങനെ പേരിട്ട് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ തുഹഫക്ക് പേരിട്ട കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ മറ്റേ ശറഹുകൾക്കൊക്കെ ഞാൻ ഇന്ന പേരിട്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഗൻസുർ റാഗിബീൻ എന്നുള്ളത് കശ്ഫുൽ ദുനൂനിലൊക്കെ ഉണ്ട് അങ്ങനെ കിതാബിന്റെ പേരങ്ങനെയാണെന്ന്. പക്ഷെ ഇതുപോലെ ഇമാം മഹല്ലി അങ്ങനെ പേരിട്ടതായിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, പറഞ്ഞു കാണുന്നില്ല. അതുകൊണ്ട് കൈപ്പറ്റ് ഉസ്താദൊക്കെ പറയല് മഹല്ലി ഇമാം അങ്ങനെ പേരിട്ടിട്ടില്ല എന്നാ. ഉസ്താദ് അങ്ങനെ പറയാറുണ്ട് എന്ന് നമ്മളെ കുന്നുംപുറത്ത് ഉസ്താദിന് വറല്ലാഹു മർഖദഹുമാ ഉസ്താദ് പറഞ്ഞു കേട്ടതാ. അപ്പോ ഉസ്താദ് അങ്ങനെ ഗൻസുർ റാഗിബിൻ പേര് പറയലുമില്ല, ശറഫുൽ മഹല്ലീനെ പറയലുള്ളൂ. പിന്നെ വഹുവ കൽ മൻഹജ്, ഈ മിൻഹാജിന്റെ അർത്ഥം എന്താ, മൻഹജ് നഹ്ജ് ഒക്കെ പോലെ തന്നെ. നഹ്ജ് ബി ഫതഹിൻ വ സുക്കൂനിൻ തരീഖുൽ വാളിഹു എന്ന മിൻ നഹജ കദാ എന്ന് പറയും. ഔലഹു
നഹജ കഥ എന്ന് പറഞ്ഞാൽ ഇലാഹി ചെയ്തു. വഖദ് യുസ്തഅമലു ബിമഅന സലക ഫഖത്ത്, സലക്ക പ്രവേശിച്ചു എന്നർത്ഥത്തിനും പറയും. മിൻഹ കിതാബ് ഒഴിവാകരുത് ഈ മസലയെ തൊട്ട്. അതെന്താ? ലി നഫാസത്തിഹ വ വസ്ഫിഹ ബിൻ നഫീസായ മസലയാണല്ലോ. അപ്പൊ ഈ നഫീസായ മസല എന്നുള്ളത് മുമ്പ് പറഞ്ഞ് വന്നല്ലോ. നഫായിസ് മുസ്തജാദാത്ത് അലുമുഹ ഇലൈഹി എന്ന് മുമ്പ് പറഞ്ഞില്ലേ? പിന്നെന്തിനാ പിന്നെയും നഫായിസ് അലുമുഹ ഇലൈഹി എന്ന് ഇവിടെയും പറഞ്ഞത്? അതാ വസ്ഫുഹ. ഈ മസലക്ക് ഇവിടെ മുസന്നിഫ് വസ്ഫു പറഞ്ഞു. ബിൻ നഫാസത്തി എന്ന പോലെ വല്ലമ്മി ലമ്മിനെയും പറഞ്ഞു, അതിനെ കൂട്ടും എന്നും പറഞ്ഞു. അഫാദഹു കലാമുഹു സാബിഖ്, ഇത് രണ്ടും മുമ്പുള്ള കലാമെന്ന് കിട്ടിയതാ. ലാക്കിൻ ആദഹുമാ ഹുനാ ബി സിയാദത്തി യംബഗി വ മഅമൂലിഹി. ഉണ്ടോ? യംബഗി അല്ലാ യുഖ്ലൽ കിതാബു മിൻഹ എന്ന് പറയാൻ വേണ്ടിയാണ് അത് കൂട്ടിയത്. ഇൽഹാറൻ ലി സബബി സിയാദത്തിഹാ, ആ സിയാദത്തിന്റെ സബബ് വിശദീകരിക്കാനാ. നഫീസ് ആയതുകൊണ്ട് മാത്രമല്ല, കിതാബ് ഒഴിവാകാതിരിക്കണം. കിതാബ് ഒഴിവായാൽ അത് വലിയ എന്താണ്, ഇബായി പോവും. അതിലെന്ത് തെങ്കീത്തില്ല, മുമ്പുള്ളതിൽ അങ്ങനെയല്ല. അത് ഒഴിവായാലും കുഴപ്പമില്ല. അത് ഒഴിവായാലും കിതാബിന് കുഴപ്പമില്ല, ഇത് ഒഴിവായാലും കിതാബിന് ഐബായി പോവും എന്ന്. പിന്നെ ഇവിടെ ഇൽഹാറൻ ലി സബബി സിയാദത്തിഹ എന്നുള്ളടുത്ത് അലിഫ് എഴുതിയത് അസബബ് എന്നുള്ളതിനോട് ചേർത്തിട്ട് റാഇന്റെ ഉടനെ അലിഫ് എഴുതുകയും അതിന്റെ ശേഷം ഫസിലുണ്ടായിട്ട് ലി സബബി അങ്ങനെയല്ല എഴുതണ്ടേ. ഇവിടെ ഇൽഹാറു സബബ് എന്നാണ് എന്റെ കിതാബിലുള്ളത്. അത് തെറ്റാ. ഇൽഹാറൻ ലി സബബി സിയാദത്തിഹ എന്നിങ്ങനെയാണ്. മാ ഖുലുവ്യഹ അനിത്തങ്കീത്തി. പിന്നെ പിന്നെ തങ്കീത്ത് എന്ന് പറഞ്ഞാൽ നുക്ത പറയുക എന്നാ. നുക്ത എന്ന് പറഞ്ഞാൽ എന്താ? അത് രസമുള്ള കാര്യത്തിനാണ്. മാഹുവ മുസ്തംലഹും മിനൽ കലാമാണെന്ത് തങ്കീത്ത് നുക്ത എന്ന് പറയല്. അപ്പൊ അങ്ങനെ ഹുലുവ്യഹ ഈ പറഞ്ഞ മസലകളില് എന്തില്ല, ഈ പറഞ്ഞ മസല ഇങ്ങനെയാണ്, എന്നാൽ അതിൽ തങ്കീത്തുണ്ടോ? തങ്കീത്തില്ല. മുമ്പുള്ളതിൽ അങ്ങനെയല്ല, മുമ്പുള്ളതിൽ തങ്കീത്തുണ്ട് എന്നാണ്. പിന്നെ അപ്പൊ ഇനി അതിന്റെ ബാക്കിയാ പറയുന്നത്. വാഖൂലു ഫി അവ്വലിഹാ ഖുൽതു വല്ലാഹു അലം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.